ഇപ്പോഴേ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധത്തിൽ പ്രധാന ആക്ടേഴ്സ് ആരൊക്കെയാണ്? ഒരു സൈഡിൽ ഇറാൻ പ്രത്യക്ഷമായിട്ട് ഇറാൻ്റെ കൂടെ രാജ്യങ്ങളൊന്നുമില്ല സപ്പോർട്ടീവായിട്ട്. ഹിഡനായിട്ട് നമുക്കറിയത്തില്ല, ചൈനയും റഷ്യയൊക്കെ ഉണ്ടോ നമുക്കറിയില്ല. തീർച്ചയായിട്ടും ചൈനയും റഷ്യയൊക്കെ തന്നെ ഇറാനുമായിട്ട് ഒരു ആക്സിസ് അല്ലെങ്കിൽ ഒരേ അച്ചുതണ്ടിലുള്ള രാജ്യങ്ങൾ ആണ്. അവർ നേരത്തെ മുതൽ പലതരത്തിലുള്ള ആക്റ്റീവായിട്ടുള്ള, കാരണം ഈ അടുത്ത സമയത്ത് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ നേവൽ ഡ്രിൽസും എക്സസൈസും ഒക്കെ കഴിഞ്ഞാണ്. അതുതന്നെയല്ല, ചൈന ഇറാനുമായിട്ട് നല്ല, കാരണം വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻസ് ഉണ്ട്. ചൈനയുടെയും റഷ്യയുടെയൊക്കെ തന്നെ ആയുധങ്ങളും അല്ലെങ്കിൽ മറ്റു പല സാങ്കേതികമായിട്ടുള്ള സഹായങ്ങളൊക്കെ തന്നെ ഇറാന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ യുദ്ധത്തിൽ ഇറാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഈ പറഞ്ഞ മറുഭാഗത്തുള്ള രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിലെ മെയിൻ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇറാനാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് എന്ന് പറഞ്ഞാൽ അമേരിക്ക, ഇസ്രായേൽ, പിന്നെ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള രാജ്യങ്ങളിൽ ഈ സൗദി അറേബ്യയാണ്. കാരണം ടർക്കിയൊന്നും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും ഇതിനകത്തിൽ ഇൻവോൾവ് ആയിട്ടില്ല. കാരണം ടർക്കിക്ക് അതിനകത്തിൽ തൽക്കാലം ഇൻവോൾവ് ആകേണ്ട ആവശ്യമില്ല. കാരണം ടർക്കിയും എന്തായാലും ടർക്കി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് തോന്നില്ല. കാരണം ഇസ്രായേലും ടർക്കിയും തമ്മിൽ പ്രത്യക്ഷമായിട്ട് വളരെ അത്ര സുഖകരമായിട്ടുള്ളൊരു എന്താണ് പറയുന്നത് റിലേഷൻ അല്ല. കാരണം ടർക്കിയും സൗദിയും പാകിസ്ഥാനും ഒക്കെ തന്നെ സംശയങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. കാരണം ഇറാന് ശേഷം ഇസ്രായേലിൻ്റെ അടുത്ത ഫെയിൽഡ് സ്റ്റേറ്റ് എന്നുള്ള ഒരു നാരേറ്റീവിൽ വരാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾ തന്നെ ആകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ആക്ടേഴ്സിൻ്റെ എല്ലാം ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ സെയിമാണ്. ഇതിനകത്തിൽ ഇവരെല്ലാം ആഗ്രഹിക്കുന്ന കൺട്രോൾഡ് ഡിമോളിഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെജീം ചേഞ്ചാണ്. ഇറാനിലെ ഭരണ സംവിധാനത്തെ മാറ്റി പുതിയ അവർക്ക് അനുകൂലമായിട്ടുള്ള, ഇസ്രായേലിൻ്റെ അത് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല, US/ഇസ്രായേൽ. പലരും പറയുന്നത് ഇസ്രായേലാണ് ഡ്രൈവിംഗ് സീറ്റിലെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഫോറിൻ പോളിസിയൊക്കെ തീരുമാനിക്കുന്ന ഇസ്രായേലാണെന്നാണ് പറയുന്നത്. ഇസ്രായേൽ മീൻസ് ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന സിയോണിസ്റ്റ് ആ ഒരു സംവിധാനം, സിയോണിസം. കാരണം ഇസ്രായേലിൻ്റെ പിന്നെ നിർമ്മാതാക്കൾ സിയോണിസ്റ്റാണല്ലോ. അപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്ന റെജീം ചേഞ്ചാണ്. എന്നുവെച്ചാൽ ഇറാനിലെ ക്ലർജി അല്ലെങ്കിൽ തിയോക്രാറ്റിക് ആയിട്ടുള്ള റിലീജിയസ് ആ ഒരു ഭരണ സംവിധാനത്തെ മാറ്റി അമേരിക്കയുടെ നറേറ്റീവിലുള്ള, കാരണം അവർ ലോകം മുഴുവനും ഡെമോക്രസിയും ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനുവേണ്ടി രാപ്പകൽ അധ്വാനിക്കുകയും കഠിന ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന, കാരണം ഈ യുദ്ധങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ അമേരിക്ക. മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയും മറ്റു രാജ്യങ്ങളെ തമ്മിൽ യുദ്ധം ചെയ്യിപ്പിക്കുകയും അതുപോലെ ഈ പ്രോക്സീസിനെ ഉണ്ടാക്കുകയും മിലിറ്റൻസിയെ പിന്നെ ഓഫർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ മുകളിൽ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്ന, ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന, സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലൊക്കെയുള്ള ടാരിഫുകൾ ഏർപ്പെടുത്തുന്നു, സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നു. ഇതെല്ലാം ആ രാജ്യത്ത്, ഏത് രാജ്യത്തെയാണോ അമേരിക്ക ലക്ഷ്യമിടുന്ന ആ രാജ്യത്ത് ജനാധിപത്യവും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അമേരിക്ക പറഞ്ഞാൽ അതിന് റെജീം ചേഞ്ച്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനം, ഇപ്പോൾ നിലവിലുള്ള ഭരണ കൂടത്തെ മാറ്റുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഈ ഇസ്രായേലിൻ്റെയും ലക്ഷ്യം അത് തന്നെയാണ്. ഓക്കെ, ഇസ്രായേലിൻ്റെയും സൗദിയുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിഡനായിട്ടുള്ള അവരുടെ ഓബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇറാനെ വീക്കൻ ചെയ്യുക, അറ്റ് ദ സെയിം ടൈം അമേരിക്കയും ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെയും, പ്രത്യേകിച്ച് റീജിയനിൽ. കാരണം പണ്ട് ഷായുടെ സമയത്ത് ഉണ്ടായിരുന്ന ഇറാനെ അമേരിക്കയും ഇസ്രായേലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ആ സമയത്ത് ഇറാനുമായിട്ട് ഭയങ്കര വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ ആഴത്തിലുള്ള ബന്ധങ്ങളായിരുന്നു. അപ്പോൾ അന്ന് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്സിൻ്റെ രണ്ട് പില്ലേഴ്സ് ആയിരുന്നു. ഒന്ന് സൗദിയും ഒന്ന് ഇറാനും. ഇന്ന് ആ ഇറാനെ അവർക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. കാരണം ഒന്ന് സുന്നി
വിഭാഗത്തിൻ്റെ അപ്പോസ്റ്റലിനാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റേ ഷിയ വിഭാഗത്തിൻ്റെ അപ്പോസ്റ്റലിനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സുന്നി വിഭാഗത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള രാജ്യമാണ് സൗദി അറേബ്യ, മറ്റേ ഷിയ വിഭാഗത്തിൻ്റെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇറാനാണ്. അപ്പോൾ ഈ മുസ്ലിം വേൾഡിനെ മൊത്തം അവർക്ക് അമേരിക്കയ്ക്കും അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിനും കൺട്രോൾ ചെയ്യണമെങ്കിൽ, നിയന്ത്രിക്കണമെങ്കിൽ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും അവരുടെ പപ്പറ്റ് നേഷൻസായിട്ട് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള പാവ ഗവൺമെൻറ് ഉള്ള രണ്ട് രാജ്യങ്ങളായിട്ട് എന്നും അവരോടൊപ്പം വേണം എന്നാഗ്രഹിക്കുന്ന ആണ് അമേരിക്ക എന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ 1979 ഇസ്ലാമിക് റവല്യൂഷൻ അവിടെ വന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഇസ്ലാമിക് റവല്യൂഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസമാണ് അവിടെ നിലനിൽക്കുന്ന ഭരണ സംവിധാനം. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇറാനിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന, അന്ന് മുതൽ ഇന്ന് വരെ കാണുന്ന ശരിക്കുള്ള ഭരണ സംവിധാനം. എന്നാൽ ഹിഡനായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ, കമ്മ്യൂണിസമാണ് ശരിക്കും പറഞ്ഞാൽ, ഇസ്ലാമിക് കമ്മ്യൂണിസമാണ്, അല്ലെങ്കിൽ സോവിയറ്റ് ഇസ്ലാം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ അമേരിക്കയ്ക്ക് ഇറാനെ നഷ്ടമായി. അപ്പോൾ കഴിഞ്ഞ 45 വർഷങ്ങളായിട്ട് 79, അതായത് ഈ 4 ദശാബ്ദത്തിന് മേലെയായിട്ട്, 4-4.5 ദശാബ്ദത്തിന് മേലെയായിട്ട് അമേരിക്കയുടെ സ്വാധീനത്തിൻ്റെ ആ ഒരു ഓർബിറ്റിൽ നിന്നും പുറത്തുള്ള ഒരു ഏറ്റവും പ്രബലമായിട്ടുള്ള ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ അന്ന് മുതൽ ഇറാനെ എല്ലാ രീതിയിലും അട്ടിമറിക്കാൻ ശ്രമിക്കുകയും അവിടുത്തെ ഭരണത്തെ കൈയാളാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ യുദ്ധം ഭയങ്കര രൂക്ഷമായിട്ടുണ്ട്, വളരെ സങ്കീർണമായിട്ടുണ്ട്, വളരെയധികം അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയത്തില്ല അതിൻ്റെ ഈ യുദ്ധത്തിൻ്റെ ഡയറക്ഷനും ഡൈനാമിക്സും നമുക്കിപ്പോൾ ഒന്നും പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിനകത്തിലെ ഈ പ്ലെയേഴ്സ്, ഓക്കെ, അപ്പോൾ ഞാൻ അമേരിക്കയുടെ ലക്ഷ്യം പറഞ്ഞു, സൗദിയുടെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം പറഞ്ഞു. സൗദിയുടെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇറാനെയും അമേരിക്കയും ഒരുപോലെ തന്നെ ഈ ഏരിയയിൽ ദുർബലപ്പെട്ട് കാണുക എന്നുള്ളതാണ് ഈ രണ്ടുപേരുടെയും ആഗ്രഹം. ഇറാൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇതിനകത്തിലേക്ക് ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ അമേരിക്കയെ മറ്റൊരു വിയറ്റ്നാം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇറാൻ്റെ ശരിക്കുള്ള ആഗ്രഹം അമേരിക്ക ഇറാനെ ഇൻവേഡ് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും ഇറാൻ്റെ ആഗ്രഹം. ഇൻവേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എയർ അറ്റാക്കിലൂടെ ഇൻവേഡ് ചെയ്യാൻ പറ്റത്തില്ല, എയർ അറ്റാക്കിലൂടെ മറ്റൊരു രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ റെജീം ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും അത് ഗ്രൗണ്ട് ഇൻവേഷനുകൾ നടക്കത്തുള്ളൂ. അമേരിക്ക ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതണ്ട ഇറാനിൽ ഗ്രൗണ്ട് ഇൻവേഷൻ നടത്താം എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുക എന്നുള്ളതാണ് ഇറാൻ്റെ ലക്ഷ്യം. അങ്ങനെ അമേരിക്ക അങ്ങനെ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണത്. കാരണം പിന്നെ അതിനുശേഷം നമുക്ക് കാണാൻ പോകുന്ന പൂരം പറഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപക്ഷെ അമേരിക്ക ഒരിക്കലും അതിനെ തയ്യാറാകത്തുമില്ല. കാരണം അത് സൂയിസൈഡിലാണ്. കാരണം ഒരിക്കലും അമേരിക്കയ്ക്ക് ആ ട്രാപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കത്തില്ല. വിയറ്റ്നാമിൽ എന്താണ് സംഭവിച്ചത്, ഈവൻ ഇറാഖിലൊക്കെ തന്നെ അവർക്ക് നേരിടേണ്ടി വന്ന അവസ്ഥകൾ നമുക്കറിയാൻ സാധിക്കും. കാരണം അവരുടെ എയർ സുപ്പീരിയോറിറ്റി കൊണ്ടൊന്നും അവർക്കൊന്നും കാര്യമായിട്ടുള്ള പ്രയോജനം, ഈവൻ അഫ്ഗാനിസ്ഥാനിൽ പോലും അവർക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു ഡിസിസീവായിട്ടുള്ള ഒരു വിക്ടറി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഒന്നും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അമേരിക്ക ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുകയാണെങ്കിൽ അത് ഒരുപക്ഷെ അമേരിക്ക എന്ന് പറയുന്ന എംപയറിൻ്റെ ശവപ്പെട്ടിലെ അവസാനത്തെ ആണിയടിക്കുന്നത് തുല്യമായിരിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിലെ ഇപ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ള ഈ മെയിൻ ആക്ടേഴ്സിൻ്റെ ശരിക്കുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊരു കൺട്രോൾഡ് ഡിമോളിഷൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം സൗദി അമേരിക്കയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഫോറിൻ പോളിസി മിഡിൽ ഈസ്റ്റിലെ പൂർണ്ണമായിട്ടും അമേരിക്ക എന്നാണ് പറയുന്നത്, ആ നോബ് അമേരിക്കയുടെ കൈവശം ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇന്ന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് സൗദി ആയാലും UAE ആയാലും, കാരണം എന്തുകൊണ്ട് UAEക്ക് അമേരിക്ക F-35 കൊടുക്കാൻ വിസമ്മതിച്ചു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ട്രംപിൻ്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താണ് പറയുക പ്രപ്പോസൽ ഉണ്ടായത്. UAEക്ക് വലിയ ആഗ്രഹമായിരുന്നു. ബൈഡൻ വന്നപ്പോൾ അമേരിക്കയുടെ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബാൻ ചെയ്തു. UAEക്ക് F-35 കൊടുക്കത്തില്ലെന്ന് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചു. അവർ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും UAEയും തമ്മിൽ വളരെ എന്താണ് പറയുന്നത് നല്ല ആഴത്തിലുള്ള ബന്ധം ഉള്ളതുകൊണ്ട് ഈ F-35 എന്ന് പറയുന്നത് അവരുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ പ്ലെയിൻ്റെ ടെക്നോളജി UAEയിൽ കൂടെ അല്ലെങ്കിൽ UAE വഴി ചൈനയ്ക്ക് ലീക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്
ബൈഡൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ UAEക്ക് F-35 കൊടുക്കത്തില്ല എന്നത് ആ ഒരു തീരുമാനമെടുത്തത്. പിന്നെ അതിനുശേഷം UAE കുറേയൊക്കെ അമേരിക്കയുമായിട്ട് പിന്നെ എന്താണ് പറയുക ഡയലോഗ്സ് ഒക്കെ നടത്തി നോക്കി. പക്ഷേ അമേരിക്ക ഒരു രീതിയിലും അതിന് പിന്നെ വഴങ്ങുന്നൊരു സന്ദർഭം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ UAE പിന്നെ ഫ്രാൻസിൽ നിന്നും അവർ റഫേൽ വിമാനങ്ങൾ 80+ റഫേൽ വിമാനങ്ങൾ കണ്ട് മേടിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട്. അവർ മേടിച്ച് മീൻസ് അതായത് ഫ്രാൻസും UAEയും തമ്മിൽ ഡീൽ ആയിട്ടുണ്ട്. ഇനി സൗദിക്കും F-35 കൊടുക്കാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുക്കാവുന്നൊരു പ്രസിഡന്റ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം അതിനൊക്കെ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. കാരണം അവിടെയൊക്കെ ഒത്തിരി അമേരിക്കൻ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ അതുപോലുള്ള അവരുടെ എന്താ പറയുന്നത് സിസ്റ്റത്തിൻ്റെയൊക്കെ തന്നെ അപ്രൂവലും മറ്റേ കാര്യം ഇൻ്റലിജൻസിൻ്റെയൊക്കെ പല റിപ്പോർട്ടുകളും അസസ്മെൻറ്റും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് തീർച്ചയായിട്ടും പ്രസിഡന്റിന് ഫൈനലായിട്ട് അത് അപ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതൊരു സെയിൽസ് പിച്ച് പോലെ അദ്ദേഹം പറഞ്ഞെന്നുള്ളൂ. കാരണം അമേരിക്കയ്ക്ക് ആയുധം വിൽക്കാൻ താല്പര്യമുള്ള രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വെപ്പൺ സൗദിക്ക് കൊടുക്കാം എന്നുള്ളൊരു സെയിൽസ് പിച്ച് ഇന്ത്യയോടും പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ഇന്ത്യക്ക് F-35 തരാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. അതിനുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്ത്യ അതിനോട് കൂടുതലൊന്നും റിയാക്ട് ചെയ്യാൻ പോയില്ല. കാരണം ഇന്ത്യക്ക് അതിനകത്ത് താല്പര്യമില്ല നമ്മൾ. അപ്പം സൗദിക്ക് കൊടുക്കുവാൻ തീർച്ചയായിട്ടും അമേരിക്ക തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ അത് മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ ഒഴിച്ച് ബാക്കി ഒരു രാജ്യങ്ങൾക്കും അമേരിക്കയിൽ നിന്നും ഇസ്രായേലിന് ലഭിക്കുന്ന അതേ ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റിയോട് കൂടി ഒരു ആയുധവും ലഭിക്കുവാൻ അല്ലെങ്കിൽ അതേ ആയുധം തന്നെ കൊടുക്കുവാൻ ഇസ്രായേൽ ഒരിക്കലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇസ്രായേലിനകത്തിൽ ഇടപെട്ടിട്ട് അതിനെ എന്താണ് പറയുന്നത് ബാൻ ചെയ്യാനുള്ള സാധ്യതയുള്ള കൂടുതലാണ്. എന്നുവെച്ചാൽ ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്നുവെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനായിരിക്കണം എല്ലാ രീതിയിലും ഈ മിലിറ്ററി സുപ്പീരിയോറിറ്റി. പ്രത്യേകിച്ച് നമ്മൾ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആണ് അത് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ട് തോന്നുന്നത്. അപ്പോൾ അതിനെ ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് എന്ന് പറയുമ്പം ആ എഡ്ജ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എപ്പോഴും ഇസ്രായേലിനായിരിക്കണം. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക വെപ്പൺസ് കൊടുത്താലും ഇസ്രായേലിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെക്കാളിലും കുറഞ്ഞ ഗുണനിലവാരമുള്ള ഇപ്പോൾ F-35 ആണെങ്കിൽ തന്നെയും ഇസ്രായേൽ ഉപയോഗിക്കുന്ന അതേ ഫീച്ചേഴ്സ് കൂടിയുള്ള F-35 ഒരിക്കലും സൗദിക്കോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിനോ ഈവൻ ടർക്കി കൊടുത്താൽ പോലും ഒരു അമേരിക്ക അത് പ്രൊവൈഡ് കൊടുക്കത്തില്ല. അത് ഇസ്രായേലോട്ട് സമ്മതിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ സൗദിയുടെ കാര്യത്തിൽ ഇസ്രായേലി ഫാക്ടർ ഉള്ളതുകൊണ്ടും UAEയുടെ കാര്യത്തിൽ ചൈനീസ് ഫാക്ടർ ഉള്ളതുകൊണ്ടും F-35 സെയിൽ അല്ലെങ്കിൽ F-35 ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു പക്ഷേ സാധ്യമാകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ രാജ്യങ്ങളൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നമ്മൾ ബാഹ്യമായിട്ട് കാണുന്നതിനപ്പുറം ഹിഡനായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാർ നടക്കുന്നുണ്ട്. കാരണം സൗദിയെ സംബന്ധിച്ച് സൗദി അവിടുത്തെ റീജിയണൽ എന്താ പറയുന്നത് മുസ്ലിം വേൾഡിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള റിച്ചായിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള രാജ്യമായതുകൊണ്ടും സൗദി പറയുന്നത് സൗദിയാണ് പ്രത്യേകിച്ച് സുന്നി വിഭാഗത്തിൻ്റെ. ഇറാൻ ഷിയ വിഭാഗത്തിൻ്റെ ഓഫ് കോഴ്സ്. കാരണം ഇറാനെക്കാളിലും പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളൊന്നും വേറെ ഇല്ല ഷിയ വിഭാഗത്തിൽ. ഇപ്പോൾ സൗദിയെ സംബന്ധിച്ച് ടർക്കിയുണ്ട്, പാകിസ്ഥാനുണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. വലിയ രാജ്യങ്ങൾ എന്ന് പറയാൻ പറ്റുന്നു. അപ്പോൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൻ്റെ ആക്ടേഴ്സിനുള്ള ശരിക്കുള്ള അംബീഷൻസ് ഓബ്ജക്ട്സ് ഇതൊക്കെയാണ്. ഇനി അതിനകത്തിലെ വേറൊരു പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയല്ലേ അമേരിക്കയ്ക്ക് അവരുടെ ഈ പറഞ്ഞ ഇറാൻ്റെ ഭാഗത്തുനിന്നും അൺഇൻറ്ററപ്റ്റഡ് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഡ്രോൺസും മിസൈൽസിനെയൊക്കെ തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും അതിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ്. അപ്പോൾ അതിനുള്ള ഈ പ്രിസിഷൻ വെപ്പൺസും അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റേഴ്സും ഒക്കെ തന്നെ എന്ന് വെച്ചാൽ എയർ ഡിഫെൻസ് സിസ്റ്റം മിസൈൽസും ഒക്കെ തന്നെയാണ് ശരിക്കും. അപ്പോൾ ഇത് എത്രത്തോളം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പക്കലുണ്ട്, അവർക്ക് ഇത് ഈ വാറ് ഇത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുമെന്നുള്ള വലിയൊരു സംശയം പൊതുവെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ എക്സ്പേർട്ട് അനാലിസിസിലൊക്കെ ഉണ്ട്. കാരണം അമേരിക്ക അതിനുള്ള മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള സംശയമാണ്. പിന്നെ ക്രിട്ടിക്കൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ റെയർ എർത്ത് അതുപോലുള്ള മിനറൽസ് ക്രിട്ടിക്കൽ റിസോഴ്സൊക്കെ തന്നെ റോ മെറ്റീരിയൽസൊക്കെ തന്നെ ചൈനയിൽ നിന്നാണ് പറയുന്നത്. കാരണം ഈ മിസൈൽസും ഈ ബോംബ്സും അല്ലെങ്കിൽ ഈ റോക്കറ്റ്സ് എല്ലാം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ചൈന ഈ അടുത്ത സമയത്തൊക്കെ തന്നെ റെയർ എർത്തിൻ്റെ ഒക്കെ തന്നെ എക്സ്പോർട്ടിലൊക്കെ തന്നെ ഒത്തിരി കൺട്രോളും ലൈസൻസിങ്ങും അല്ലെങ്കിൽ ബാനും ഒക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ അമേരിക്കയ്ക്ക് പ്ലസ് ഇസ്രായേലിന് അവരുടെ ഈ
ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആയിരക്കണക്കിന് നൂറുകണക്കിന് ഡ്രോണുകളെയും മിസൈലുകളെയൊക്കെ തന്നെ തടുക്കുവാൻ ഉള്ള ശേഷി എത്ര ദിവസത്തേക്കുണ്ടാകും എന്നുള്ളത് യുദ്ധം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ പൊതുവെയുള്ള വിലയിരുത്തൽ അനാലിസിസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇറാൻ്റെ പക്കലുള്ള ഏറ്റവും ലോ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അവരുടെ മിസൈൽ ഡ്രോൺ ക്വാളിറ്റീസ് നോക്കുമ്പോൾ അതിൻ്റെ ഇപ്പം നമ്മൾ ഹൈറാർക്കിയോട് നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ ഹൈറാർക്കിയുടെ ആ ശ്രേണി അവരുടെ ആ മിസൈൽ ടെക്നോളജി പ്ലസ് അതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴാണ്. എന്നുവെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഈ പറഞ്ഞ വെപ്പൺസ് ഒന്നും അവരിതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഏറ്റവും ലോ ഗ്രേഡിലുള്ള ഡ്രോൺസും മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ്സ് ഒക്കെ തന്നെയാണ് അവരിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ മാസീവായിട്ടുള്ള സ്റ്റോക്ക് പൈൽസ് ഉണ്ട്. കാരണം കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഇറാന് ഈ മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു വെപ്പൺ സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുതന്നെ ലോകത്തെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റോക്കറ്റ് മിസൈൽ ഫോഴ്സ് ഉള്ള രാജ്യങ്ങളാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ. അതിനുള്ള പിന്നെ ഡ്രോണിൻ്റെ ടെക്നോളജിയിലും ഡ്രോണിൻ്റെ മാനുഫാക്ചറിങ്ങിലും ഒക്കെ തന്നെ അവർ വളരെയധികം പിന്നെ മുൻപിലോട്ട് അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യം. കാരണം റഷ്യക്കൊക്കെ ഡ്രോൺ സപ്ലൈ ചെയ്യുന്ന യുക്രൈൻ വാറിൽ ഡ്രോൺ സപ്ലൈ ചെയ്യുന്ന ഇറാനാണ് ശരിക്കും പറഞ്ഞത്. റഷ്യക്ക് പോലും ഇല്ല, മനസ്സിലായില്ല. അപ്പോൾ ഇത്ര വലിയ രാജ്യമായിട്ടുള്ള റഷ്യക്ക് പോലും ആ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അത് അവർ പിന്നെ സപ്ലൈ ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ്റെ ഈ ഒരു കാരണം അവരുടെ മറ്റ് സേന എയർഫോഴ്സ് ഒന്നും അവരുടെ അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല. ഈവൻ നേവിയും പറയത്തക്ക വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിങ്ങൊന്നുമല്ല. കാരണം പ്രത്യേകിച്ച് കഴിഞ്ഞ 10-40 വർഷമായിട്ടുള്ള അവരുടെ മുകളിലുള്ള സാങ്ഷൻസും മറ്റു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒത്തിരി ബാക്ക്വേർഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു മേഖലയിൽ റോക്കറ്റിൻ്റെയും മിസൈലിൻ്റെയും അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ, സൂപ്പർസോണിക് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽസ്, ഡ്രോൺസ്, അത്യാധുനികമായിട്ടുള്ള ഡ്രോൺസ്, വളരെ പ്രഹരശേഷിയുള്ള ഡ്രോൺസ് ഒക്കെ തന്നെ നിർമ്മിക്കുന്നതിലും അതിൻ്റെയൊക്കെ സ്റ്റോക്ക് പൈൽ എന്ന് വെച്ചാൽ മാസീവായിട്ടുള്ള സ്റ്റോക്ക് പൈൽ എന്ന് വെച്ചാൽ റിസർവ് അവർക്കുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ തന്നെ അവരുടെ ഇപ്പോൾ ഒരു ഡ്രോണിനെ അല്ലെങ്കിൽ ഒരു മിസൈലിനെ തടുക്കാൻ വേണ്ടി മിനിമം ഒരു 2 ഇൻ്റർസെപ്റ്റർ മിസൈലെങ്കിലും അവർക്ക് വേണ്ടി വരും. അപ്പം ഈ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന 100 കണക്കിന് ഇപ്പോൾ ഒരു 500 ഡ്രോൺസ് വരികയാണെങ്കിൽ അതിനൊരു 1000 മിസൈലുകൾ അവർക്ക് തീർച്ചയായിട്ടും വേണ്ടി വരും അതിന് മിനിമം. അപ്പോൾ അതിനകത്തിൽ എത്ര ഇഫക്റ്റീവ് ആകുമെന്നൊക്കെയുള്ള നമ്മൾ പേട്രിയോട്ട് മിസൈലൊക്കെ വളരെ ഫെയിൽഡായെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ എത്രമാത്രം സ്റ്റോക്സ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് പൈലുണ്ട്, അത് യുദ്ധം മുന്നോട്ട് പോകുന്നതോറും അവർക്ക് അതിനെ റീപ്ലേനിഷ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെയുള്ള വലിയൊരു റിയാലിറ്റി അമേരിക്ക ഇസ്രായേലും. അമേരിക്കയുടെ ഉദ്ദേശം പെട്ടെന്ന് ഈ ഷോക്ക് ആൻഡ് ഓ എന്ന് പറയുന്നത് വെച്ചാൽ അതുകൊണ്ടാണല്ലോ അവരുടെ ടോപ്പ് റിലീജിയസ് ലീഡർഷിപ്പിനെ എലിമിനേറ്റ് ചെയ്താൽ അപ്പോൾ ഇറാൻ പിന്നെ കീഴടങ്ങുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു അവരത് ചെയ്തത്. പക്ഷേ അത് പണിപാളി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാരണം ഇറാൻ അതിനകത്തിൽ യാതൊരു രീതിയിലുള്ള ഞെട്ടലും അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുന്നത് കരഞ്ഞുകൂവി അവരുടെ നേതാവിന് വേണ്ടി ദുഃഖാചരണം ഉണ്ടെങ്കിൽ തന്നെയും അതോടുകൂടി ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങി എല്ലാ പൂർവാധികം ശക്തിയോടുകൂടി അവർ തിരിച്ചടിക്കാൻ തുടങ്ങി എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല, നമ്മൾ യുദ്ധത്തിൻ്റെ റിയൽ സിനോടെ പറയുകയാണ്. കാരണം ഇതിപ്പോഴെല്ലാം ഒത്തിരി വർഷങ്ങളായിട്ട് ഈ ഇറാൻ്റെ ഈ ഒരു പിന്നെ എന്താണ് ഈ പറഞ്ഞൊരു പ്രഹരശേഷി അല്ലെങ്കിൽ മിസൈൽ റോക്കറ്റ് ടെക്നോളജിയെക്കുറിച്ചും അല്ലെങ്കിൽ അവർക്ക് അത് കൊടുക്കുന്ന ആ ഒരു മാസീവായിട്ടുള്ള ഫയർ പവറിനെ കുറിച്ചൊക്കെ ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്സ് നമ്മൾ മേഖലയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കത്തില്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതുപോലെ തന്നെ അവരുടെ ഈ GCC മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ അലൈസിനും എന്ന് പറയുന്നത്. കാരണം ഇസ്രായേലിനെ അമേരിക്ക പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോവുമോ അതോ അവരുടെ ഈ പറഞ്ഞ സൗദി, ഖത്തർ, UAE ഇതുപോലുള്ള രാജ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുമോ അമേരിക്ക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ സങ്കീർണമായിട്ടുള്ളൊരു തലത്തിലേക്കാണ് യുദ്ധം പോകുന്നത്. അമേരിക്കയുടെ ഓബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ മറ്റൊരു സിറിയയും ഇറാഖാക്കി മാറ്റുക, എന്നിട്ട് അതിനകത്ത് നിന്ന് നമ്മളില്ല കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളൊരു പിന്നെ ലക്ഷ്യമായിരുന്നു. പക്ഷെ അത് ഇറാഖല്ല, ഇറാനിന്ന് പണ്ട് മുതലേ ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സും അല്ലെങ്കിൽ ആനലിസ്റ്റും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു റിയൽ ടൈം വാറിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വാറിനെക്കുറിച്ചുള്ള ചില
ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ബ്രീഫായിട്ടുള്ള ചിലൊരു അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി നിങ്ങളുടെ അപ് ടു യു ടു അനലൈസ്. ആൻഡ് ഇഫ് ഐ ആം ഏതെങ്കിലും കാര്യത്തിൽ റോങ് ആയിട്ടുള്ളൊരു അനാലിസിസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. നമ്മൾ അതിനെ എന്താണ് പറയുന്നത്, സബ്ജക്റ്റ് യുവർ ഞാൻ വായിക്കുന്ന അല്ല നമ്മൾ കേൾക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളിലെ അടിസ്ഥാനത്തിലാണ്, ബേസിലാണ് ഞാനിപ്പോൾ ഈ ഒരു അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.